രാമായണ കഥ കാലങ്ങളിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ പ്രായം വളരുന്നതോടൊപ്പം, നമ്മുടെ അനുഭവ പരിസരങ്ങൾ വളരുന്നതോടൊപ്പം നമ്മളോടൊപ്പം വളർന്ന കഥയാണ് വാസ്തവത്തിൽ രാമായണം. അതുകൊണ്ട് തന്നെ ഓരോ ഭാരതീയന്റെയും ഉള്ളിൽ രാമകഥ അവന്റെ ഹൃദയതാളമായി അന്തർഭവിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ ഏതൊക്കെ ഇടങ്ങളിൽ ചെന്നാലും രാമകഥയുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആ പ്രദേശത്തിന് പങ്കുവയ്ക്കാനുണ്ടാകും. മാത്രമല്ല, ഭാരതത്തിന്റെ വിശാലമായ ദേശീയത വ്യാപിച്ചിട്ടുള്ളിടങ്ങളിലൊക്കെ രാമകഥയ്ക്ക് പ്രസക്തിയുണ്ട്. രാമായണത്തിൽ തന്നെ നമ്മളെപ്പോഴും കേൾക്കാറുള്ളത് പോലെ യാവത് സ്ഥാസ്യന്തി ഗിരയഃ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഏതൊക്കെ കാലത്തോളം ഗിരികളും സരിത്തുകളും ഒക്കെ നിലനിൽക്കുന്നുവോ അതുവരെ അക്കാലത്രയും രാമായണ കഥ ലോകത്തിൽ പ്രചരിക്കും. കാരണം മനുഷ്യന്റെ മൂല്യബോധത്തെ, മനുഷ്യന്റെ സത്യബോധത്തെ, മനുഷ്യന്റെ ധർമ്മബോധത്തെ, നീതിബോധത്തെ ഒക്കെ ആഴത്തിൽ സ്വാധീനിച്ചുകൊണ്ട് രാമായണവും രാമായണ കഥാപാത്രങ്ങളും രാമായണ സന്ദർഭങ്ങളും നമ്മളോട് സംവദിക്കുന്നുണ്ട്. ഓരോ പ്രായത്തിലുള്ളവർക്കും ഓരോ ജീവിത പരിസരങ്ങളിലുള്ളവർക്കും തങ്ങളുടെ കൂടി കഥയായി രാമായണം മാറുന്നു എന്നതാണ് രാമായണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് ഈ ഒരു 1.25 മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ വിചാരം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള വിഷയം, എനിക്ക് തോന്നുന്നു കുറച്ച് ഗൗരവമായ വിഷയങ്ങൾ പറയാൻ പറ്റുന്ന ഒരിടമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ രാമായണത്തിന്റെ, പ്രത്യേകിച്ചും രാമായണത്തിൽ വാൽമീകി രാമായണത്തിൽ ശ്രീരാമ ഭരത സംവാദത്തിൽ ശ്രീരാമന്റെ രാഷ്ട്ര ദർശനം എന്താണ്, ഭാരതത്തിന്റെ രാഷ്ട്ര ദർശനം എന്താണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാരതത്തിന്റെ രാഷ്ട്ര ദർശനം, രാമരാജ്യം എന്നൊക്കെ പറയുന്ന നമ്മുടെ സങ്കല്പത്തെ രാമായണത്തിൽ 2 ഇടങ്ങളിലാണ് ഏറ്റവും കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ളത്. ഒന്ന് യുദ്ധകാന്ഡം കഴിയുന്ന ഭാഗത്തും ഒന്ന് ഈ അയോധ്യാകാന്ഡത്തിലുമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. രാമൻ തന്റെ ഒരു ഭരണാധിപൻ എന്ന നിലയിൽ, രാമൻ തന്റെ ജീവിതം കൊണ്ട്, അയോധ്യയിലെ ജീവിതം കൊണ്ട്, അനുഭവങ്ങൾ കൊണ്ടൊക്കെ സ്വരൂപിച്ചെടുത്ത രാമന്റെ രാഷ്ട്ര ജീവിതത്തെ കുറിച്ചുള്ള ദർശനത്തെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ പരിസരത്തിൽ, ഈ പശ്ചാത്തലത്തിൽ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്ര ജീവിത ദർശനം എന്താണ്, ഭാരതത്തിന്റെ ആദർശ രാഷ്ട്ര ദർശനം എന്താണ് എന്ന് നമുക്ക് രാമായണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് പരിശോധിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു രാഷ്ട്രസങ്കല്പം നമുക്ക് വേദങ്ങളിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും. ഒരു രാഷ്ട്രം എന്ന കേവലം ഒരു ഭൂവിഭാഗം മാത്രമല്ല, മണ്ണും കല്ലും നിറഞ്ഞ ഒരു ഭൂപ്രദേശത്തെ ഒരു സചേതനമായ രാഷ്ട്രഭാവത്തോടു കൂടിയിട്ട് വികസിപ്പിച്ചെടുത്ത സങ്കല്പം നമുക്ക് വേദങ്ങളിൽ മുതലേ കാണാൻ സാധിക്കും. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒരു ഭരണാധിപൻ എങ്ങനെയായിരിക്കണം, ഒരു രാജ്യ വ്യവസ്ഥ എങ്ങനെയായിരിക്കണം, ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരു പൗരൻ എന്ന നിലയിൽ നാം ഓരോരുത്തരും, നമ്മൾ ഒരിക്കലും രാജഭരണകാലത്തെ പോലെ ഇന്ന് സംസാരിക്കുമ്പോൾ നോക്കൂ, രാമായണ കാലത്ത് നിന്നും കാലമേറെ പുരോഗമിച്ച് നാം ഇന്നത്തെ ആധുനിക കാലത്ത് നിന്നുകൊണ്ടാണ് രാമായണത്തിന്റെ രാഷ്ട്രദർശനം ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആധുനിക കാലത്തേക്ക് വരുമ്പോൾ ജനാധിപത്യ യുഗത്തിൽ നിന്നുകൊണ്ട്, ഒരു പൗരന്റെ കൃത്യമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നാം രാമായണത്തിലെ രാഷ്ട്രദർശനത്തെ ചർച്ച ചെയ്യുമ്പോൾ നാം കൃത്യമായി ധരിച്ചിരിക്കേണ്ടത്, ലീലാവതി ടീച്ചറൊക്കെ എപ്പോഴും രാമായണത്തെ അപഗ്രഥിക്കുമ്പോൾ ടീച്ചർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിഹാസങ്ങളിലെ മൂല്യസങ്കല്പങ്ങളെ കുറിച്ച് നാം വിചിന്തനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും ആദ്യത്തെ ധാരണ എന്ന് പറയുന്നത് കാലത്തെ കുറിച്ചുള്ള ധാരണയാണ്. ഇതിഹാസ കാലത്തു നിന്നും മനുഷ്യന്റെ സാമൂഹ്യ ജീവിതക്രമം വളരെ വ്യത്യസ്തമായി പരിണമിച്ചു വന്നിട്ടുള്ള ഒരു കാലത്തു നിന്നുകൊണ്ട്
ഇതിഹാസങ്ങളിലെ ജീവിത മൂല്യങ്ങളെ പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആധുനിക കാലത്ത് കാണുന്ന വലിയൊരു പ്രശ്നം ഇതാണ്. ഇതിഹാസങ്ങളെ വളരെ കൃത്യമായി വായിച്ച് ഇതിഹാസങ്ങളെ അപഗ്രഥിച്ച് പറയുന്ന ഒരു പക്ഷവും ഇതിഹാസങ്ങളെ വളരെ അന്ധമായിട്ട് ഇതിഹാസങ്ങളിൽ പറഞ്ഞിട്ടുള്ള ജീവിത ദർശനത്തെ ഒട്ടും തന്നെ ഗൗരവമായി മനസ്സിലാക്കാതെ അതിന്റെ മൂല്യബോധത്തെ തമസ്കരിച്ചുകൊണ്ട്, ബോധപൂർവം തമസ്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഈ തമസ്കരണങ്ങളുടെ ഒക്കെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഇതിഹാസ കാലത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതവുമായി താരതമ്യം ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. അന്ന് അങ്ങനെ നിഷേധിച്ചിരുന്നു, അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു, അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു രീതി നമ്മൾ ആധുനിക കാലത്തെ ഒരു പ്രവണതയായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലത്തിന്റെ വലിയ മാറ്റത്തെ ഉൾക്കൊള്ളാതെ ഇതിഹാസ ജീവിത ദർശനത്തെ നമുക്ക് കാലത്തേക്ക് കൊണ്ടുവരാം. കാരണം കാലം എത്ര മാറിയാലും കാലം എത്ര കഴിഞ്ഞാലും മാറാത്ത മൂല്യ ദർശനത്തെ നമുക്ക് എടുക്കാം. പക്ഷേ അന്നത്തെ നിയമസംഹിതകളെയും അന്നത്തെ ജീവിത സാഹചര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി കൊണ്ടുവേണം ഇതിഹാസത്തെ ആധുനിക കാലത്ത് വായിക്കേണ്ടത് എന്ന ഒരു കൃത്യമായ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നാം ഇതിഹാസത്തിലെ രാഷ്ട്രദർശനത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പഠിതാവിന്റെ മനസ്സിൽ ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ധാരണ എന്ന് പറയുന്നത് ഈ കാലത്തെ കുറിച്ചുള്ള, അന്നത്തെ നിയമവ്യവസ്ഥയെ കുറിച്ചുള്ള, അന്നത്തെ ജീവിത രീതികളെ കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ആധുനിക കാലത്ത് ഇതിഹാസ വായന നടത്താവൂ എന്ന ഒരു അടിസ്ഥാനപരമായ ചിന്തയിൽ നിന്നുകൊണ്ടാണ് നാം രാഷ്ട്രദർശനത്തെ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്നതാണ് രാമായണത്തിലെ രാഷ്ട്ര ജീവിത ദർശനം എന്ന് പറയുന്നത്. കാലമേറെ കഴിഞ്ഞാലും അതിന്റെ മൂല്യസങ്കല്പത്തിന്, അതിന്റെ ദാർശനികമായ രാഷ്ട്ര ദർശനത്തിന് മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് നാം ഈ ഭാഗത്തുകൂടി കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാലത്തിന്റെ വ്യത്യാസങ്ങളിൽ പെടാത്ത മൂല്യബോധം നമുക്കിതിൽ കാണാൻ സാധിക്കും. ഭാരതം ഒരു മാതൃകാ ഭരണാധിപനായി ശ്രീരാമൻ എന്ന സങ്കല്പത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ മുഖ്യമായ കാരണം ഒരു രാജാവ് എങ്ങനെയായിരിക്കണം എന്നതിന് ഭാരതം നൽകുന്ന ഏറ്റവും നല്ല നിർവചനം രാജഋഷി എന്ന നമ്മുടെ സങ്കല്പമാണ്. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പാശ്ചാത്യ സങ്കല്പത്തിൽ ഫിലോസഫർ കിങ് എന്ന സങ്കല്പം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു രാജാവ് എങ്ങനെയായിരിക്കണം എന്ന ചിന്തയിൽ ഗ്രീക്ക് സംസ്കാരത്തിലാണ് ഫിലോസഫർ കിങ് എന്നുള്ള സങ്കല്പം രൂപപ്പെട്ടത്. എ കിങ് ഷുഡ് ബി സെയിന്റ്ലി വിത്തിൻ ആൻഡ് കിങ്ലി വിത്തൗട്ട്. ഒരു രാജാവ് ഒരു ഋഷിയുടെ ഉൾക്കരുത്തുള്ളവനായിരിക്കണം, ഒരു രാജാവിന്റെ പ്രൗഢിയോട് കൂടിയവനായിരിക്കണം. രാജാവിന്റെ അടിസ്ഥാനമായ ലക്ഷണം പ്രൗഢിയായി, രാജകീയ പ്രൗഢിയോടെ നിലനിൽക്കുക എന്നത് തന്നെയാണ്. ബാഹ്യമായി രാജകീയമായ എല്ലാ സാധ്യതകളോടും കൂടിയിട്ട് രാജാവിന്റെ പ്രൗഢിയോടുകൂടെ രാജാവ് നിലനിൽക്കണം. രാജാവ് വരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭരണാധിപൻ വരുന്നു എന്ന് പറഞ്ഞാൽ, അതൊരു രാജ്യത്തിന്റെ മുഴുവനും അഭിമാനമായ ഒരു വരമായി നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ അതിന്റെ സപരിവാരങ്ങളോട് കൂടിയിട്ട് രാജാവ് വരണം. അത് അന്നത്തെ കാലത്താണെങ്കിൽ മന്ത്രി, അമാത്യൻ തുടങ്ങിയ എല്ലാ പരിവാരങ്ങളോട് കൂടിയേ രാജാവ് വരേണ്ടതുള്ളൂ. അത് രാജപ്രൗഢിയാണ്. പക്ഷേ ഉള്ളിൽ സെയിന്റ്ലി വിത്തിൻ, ഉള്ളിൽ ഒരു ഋഷിയുടെ കരുത്ത് സൂക്ഷിക്കുന്നവനാവണം രാജാവ്. ഇത് രാജാവിൽ മാത്രമല്ല നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്നത്, അത് ഏത് നേതാവിലും പ്രയോഗിക്കാവുന്നതാണ്. അത് കുടുംബം മുതൽ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലെയും നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് ഭാരതം കൊടുത്തിട്ടുള്ള ഏറ്റവും ഉന്നതമായ അവസ്ഥ എന്ന് പറയുന്നത് ഉള്ളിൽ നിസ്വാർത്ഥതയുടെ കരുത്തും പുറമേ രാജാവിന്റെ പ്രൗഢി. ഉള്ളിൽ അത് അധികാരത്തിന്റെ എല്ലാ ഇടങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്. ഒരു വീട് പോലും ഒരു അധികാര കേന്ദ്രമാണ്. ആ വീടിന്റെ പവർ ഉണ്ട്, ആ വീട്ടിൽ നിലനിൽക്കുന്ന പവർ ഉണ്ട്.
ഒരുപക്ഷെ അമ്മയായിരിക്കും ആ ശക്തി കേന്ദ്രം. അമ്മയിൽ നിന്നായിരിക്കാം ആ പവർ എന്ന് പറയുന്നത് വിനിമയം ചെയ്യപ്പെടുന്നത്. ഈ പവർ എന്ന് പറയുന്നത് അത് അധികാരം നൽകുന്ന പവർ ആവാം, സമ്പത്ത് നൽകുന്ന പവർ ആവാം, അറിവ് നൽകുന്ന ശക്തിയാകാം, സൗന്ദര്യം നൽകുന്ന ശക്തിയാകാം. ഇങ്ങനെ അധികാരം വിനിയോഗിക്കാനുള്ള ഇടങ്ങളിലൊക്കെ, നേതൃത്വം വിനിയോഗിക്കാവുന്ന ഇടങ്ങളിലൊക്കെ ഭാരതം മുൻനിർത്തിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ ആശയം അവർ നിസ്വാർത്ഥത ശീലിക്കണം എന്നത് തന്നെയാണ്. ഭഗവത്ഗീതയിലെ സ്ഥിതപ്രജ്ഞൻ എന്ന സങ്കല്പവുമായി ചേർത്ത് വായിക്കാവുന്നതാണിത്. രാഷ്ട്ര ജീവിതത്തിന്റെ, സമൂഹ ജീവിതത്തിന്റെ, കുടുംബ ജീവിതത്തിന്റെ എല്ലാ നേതൃത്വപരമായ സ്ഥാനങ്ങളിൽ ഇടപെടുമ്പോഴും ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ഋഷി ഉണ്ടായിരിക്കണം. ആ വ്യക്തിയുടെ ഉള്ളിൽ അല്പം പോലും സ്വാർത്ഥതയില്ലാത്ത, സമൂഹത്തിന്, കുടുംബത്തിന്, രാഷ്ട്രത്തിന് തന്നെ തന്റെ ഇടമെന്നില്ല ഇവിടെ, തന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾക്ക് ഏറ്റവും കുറച്ചു പ്രാധാന്യം കൊടുത്തുകൊണ്ട്, തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഏറ്റവും പിന്നിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്ര ജീവിതത്തിന്, കുടുംബത്തിന്റെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു നേതൃത്വം ഉണ്ടെങ്കിലേ അത് വിജയത്തിലേക്ക് നയിക്കുകയുള്ളൂ. അപ്പോ സെയിന്റ്ലി വിത്തിൻ എന്നത് വലിയൊരു സങ്കല്പമാണ്, ഒരു ഋഷിയുടെ. രാമനത് വെളിപ്പെടുത്തുന്നത് കൈകേയിയോട് ഒരവസരത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് താൻ ആരാണ് എന്ന്. വാൽമീകിയുടെ രാമൻ ഈ കാട്ടിലേക്ക് വിടാൻ നേരത്ത് കൈകേയിയും രാമനും ദശരഥനും ഒക്കെ തമ്മിൽ നടന്ന വളരെ ആ കുടുംബത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭാഷണത്തിൽ ഒരു വേള കൈകേയിയോട് രാമൻ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് പറയുന്നുണ്ട്, നാഹം അർത്ഥപരോ ദേവി, അമ്മേ ഞാൻ അർത്ഥകാമങ്ങളിൽ ഭ്രമിക്കുന്നവനല്ലെന്ന് അമ്മ തിരിച്ചറിയണം. കാരണം കാട്ടിലേക്ക് പോകാനും നാട്ടിൽ വാഴാനും രാമൻ ഒരേ മനസ്സാണ്. ഇതാണ് ഒരു നേതൃത്വത്തിന്റെ ഗുണം മാറ്റുരയ്ക്കപ്പെടുന്ന ഇടം. ലഭിക്കുമ്പോഴും ലഭിച്ചത് തിരിച്ചെടുക്കുമ്പോഴും ഒരേ മനസ്സ് അദ്ദേഹത്തിന് പാലിക്കാൻ സാധിക്കുന്നുണ്ടോ? കിട്ടുമ്പോഴും അത് തിരിച്ചെടുക്കുമ്പോഴും അത് നിഷേധിക്കപ്പെടുമ്പോഴും ഒരേ സംയമനം പാലിക്കാൻ സാധിക്കുന്നുണ്ടോ? അവിടെ രാമൻ പറയുന്നത് വിദ്ധിമാം ഋഷിഭി തുല്യം, അമ്മേ ഞാൻ ഋഷിയെ പോലെയാണ് എന്റെ മനസ്സ് എന്ന് നമ്മ മനസ്സിലാക്കണം. അപ്പൊ രാമൻ തന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒന്നാണ് ഈ ഋഷിയെ പോലെ എന്ന് പറയുന്നത്. അപ്പൊ ഭാരതം മുന്നോട്ട് വെച്ച മാതൃകാ ഭരണാധിപനായ ശ്രീരാമൻ എന്ന ആദർശം, അത് ഈ ഉള്ളിൽ ഋഷിയുടെ കരുത്തും പുറമേ രാജാവിന്റെ പ്രൗഢിയും സൂക്ഷിക്കുന്ന വ്യക്തിത്വമായിരിക്കണം. ഇതാണ് ഭഗവത്ഗീതയിലെ തപോ വ്യക്തിത്വത്തിന്റെയും ക്ഷാത്ര വ്യക്തിത്വത്തിന്റെയും സമന്വയം. കൃഷ്ണാർജുനന്മാർ എന്ന ഭാരതത്തിന്റെ സങ്കല്പം, നരനാരായണന്മാർ എന്ന ഭാരതത്തിന്റെ സങ്കല്പം. ഈ നരനും നാരായണനും കൂടുമ്പോഴാണ് ഒരു രാഷ്ട്രപതിന്റെ എല്ലാ പ്രഭാവത്തിലും നിലനിൽക്കുന്നത്. നരന്റെ കരുത്തും നാരായണന്റെ ആത്മവീര്യവും, അർജുനന്റെ കരുത്തും കൃഷ്ണന്റെ ആത്മവീര്യവും, ഇത് രണ്ടും ഒരാളിൽ സമന്വയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വാസ്തവത്തിൽ നമ്മൾ ശ്രീരാമനിൽ കാണുന്നത്. അങ്ങനെ ഒരു ഭരണാധിപന്റെ രാഷ്ട്ര ജീവിത ദർശനം എന്ന് പറയുന്നത് എത്രമാത്രം ആഴത്തിലുള്ളതായിരിക്കും എന്ന് നാം മനസ്സിലാക്കണം. ശ്രീരാമൻ ഭരതനോട് ഈ ഗൗരവമായ ഒരു അധ്യായം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഗൗരവമായ ഈ ആശയം സംസാരിക്കുന്നത് കാട്ടിൽ ദശരഥന്റെ കൈകേയിക്ക് കൊടുത്ത വരപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ദശരഥന്റെ രാമാഭിഷേകം തീരുമാനിക്കപ്പെട്ടതിന്റെ അന്ന് രാത്രി അഭിഷേകം മുടങ്ങുകയും രാമൻ കാട്ടിൽ പോകണം എന്ന തീരുമാനം പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്നു. അങ്ങനെ രാമൻ, ലക്ഷ്മണനും സീതയും കാട്ടിലേക്ക് പുറപ്പെടുന്നു. അവർ കാട്ടിൽ എത്തി ശൃംഗിവേരപുരം കടന്ന് അവർ താപസവേഷധാരികളായി കാട്ടിലെത്തി. ഈ സമയത്ത് അയോധ്യയിൽ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദശരഥൻ മരണപ്പെടുന്നു. ഭരതൻ, കേകയത്തിൽ പോയ ഭരതൻ
തിരിച്ച് നാട്ടിലെത്തുന്നു. ഈ സമയത്താണ് അവിടെ നടന്ന സംഗതികളെ കുറിച്ചൊക്കെ ഭരതന് അറിവുണ്ടാകുന്നത്. ക്രുദ്ധനായ ഭരതന്റെ ആ സമയത്തെ ക്രോധം, ആ സമയത്തെ ഭരതന്റെ മാനസികാവസ്ഥ വളരെ ആഴത്തിൽ പഠിക്കേണ്ട മാനസികാവസ്ഥയാണ്. ഇവർ എല്ലാവരും കൂടി കാട്ടിലേക്ക് പോവുകയാണ്. ജ്യേഷ്ഠൻ ഉപേക്ഷിച്ച രാജ്യം എനിക്ക് ആവശ്യമില്ല, ജ്യേഷ്ഠന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നാട്ടിലെത്തി അയോധ്യ ഭരിക്കേണ്ടത് രാമചന്ദ്രൻ തന്നെയാണ് എന്ന ഉറച്ച ബോധ്യത്തിൽ ഇവർ എല്ലാവരും കൂടി ഘോഷയാത്ര പോലെ ഇവരെല്ലാവരും കൂടെ കാട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് സന്ദർഭം. ഈ സന്ദർഭത്തിൽ രാമന്റെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഭരതൻ ജടധരിച്ച് മരവുരിയുടെ ഉടുത്ത നിൽക്കുന്ന രാമനെ ഭരതൻ അത്ഭുതാദരങ്ങളോടെ കണ്ടുകൊണ്ട് രാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഭരതൻ രാമനോട് തിരിച്ചു വരണം, അങ്ങ് വന്ന് രാജ്യം സ്വീകരിക്കണം എന്നാവശ്യപ്പെടുന്നതാണ് സന്ദർഭം. രാമൻ ഒരുപക്ഷെ ലക്ഷ്മണോപദേശം പോലെ തന്നെ രാമായണത്തിലെ നമ്മള് എഴുത്തച്ഛന്റെ രാമായണത്തിൽ ലക്ഷ്മണോപദേശം കാണുന്നത് പോലെ തന്നെ വാൽമീകി രാമായണത്തിൽ രാമൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുജന് കൊടുക്കുന്ന ലക്ഷ്മണന് കൊടുത്ത സന്ദർഭം മറ്റൊന്നായിരുന്നു. ഇവിടെ രാജ്യഭാരം മുന്നോട്ട് കൊണ്ടുപോകേണ്ട തന്റെ അനുജന് മറ്റൊന്നിനെ കുറിച്ചുമല്ല രാമൻ സംസാരിക്കുന്നത്. രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അയോധ്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ പാരമ്പര്യം എന്താണ്, ഭാരതത്തിന്റെ രാഷ്ട്ര ജീവിത ദർശനം എന്താണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഇന്നും പ്രസക്തമാകുന്നത്. ഇതിലെ ഓരോ ഘട്ടത്തിലൂടെയും നമുക്കൊന്ന് കടന്നു പോകാം. ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ ആധുനിക നമ്മുടെ സാമൂഹ്യ സാഹചര്യവുമായി ഒത്തുനോക്കാൻ സാധിക്കും. അങ്ങനെ ഒത്തുനോക്കാൻ സാധിക്കുന്നത് ഇത് രാഷ്ട്ര ജീവിതത്തെ സംബന്ധിക്കുന്ന ദർശനമായതുകൊണ്ടാണ്. എന്തായാലും രാമന് അനുജന്മാരോട് വലിയ വാത്സല്യമാണെന്ന് നമുക്കറിയാം. എഴുത്തച്ഛന്റെ രാമൻ ലക്ഷ്മണനെ വിളിച്ചത് വത്സ, സൗമിത്രേ, കുമാര, ഇങ്ങനെ വാത്സല്യത്തിന്റെ എല്ലാ വാക്കുകളും പറഞ്ഞുകൊണ്ടാണ് ആ ഉപദേശം ആരംഭിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. രാമൻ ചേർത്തു പിടിച്ച് മൂർധാവിൽ മുകർന്നുകൊണ്ട് വാത്സല്യപൂർവം ആദ്യത്തെ നമുക്ക് ഒരു സംഭാഷണം എങ്ങനെ ആരംഭിക്കണം എന്ന് പോലും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. കുറേ ദിവസങ്ങൾക്ക് ശേഷം അനുജനെ കാണുകയാണ്. കാട്ടിലേക്ക് പോന്നു. ഈ ദിവസങ്ങളൊക്കെ എന്താ സംഭവിച്ചതെന്നൊന്നും അറിഞ്ഞുകൂടാ. ആദ്യത്തത് കുശലാന്വേഷണം തന്നെയാണ്. ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തി എത്ര ആകുലതയിലിരിക്കുന്ന വ്യക്തിയുമാകട്ടെ, രണ്ടുപേരും എത്ര ആകുലതയിലുള്ള വ്യക്തികളുമാകട്ടെ, ആദ്യം സംഭാഷണം ആരംഭിക്കേണ്ടത് കുശലാന്വേഷണത്തോടെ തന്നെയാണ് എന്നാണ് നാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നോക്കൂ, താതാ, കുട്ടി വളരെ നമസ്കാരം, വളരെ ആദരവോട് കൂടിയിട്ട് കുട്ടി, മകനെ എന്നൊക്കെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് നീ കാട്ടിലേക്ക് പോന്നുവല്ലോ. ആദ്യം ചോദിക്കുന്നത് അച്ഛന്റെ കാര്യമാണ്. അച്ഛൻ എവിടെയാണ്? അദ്ദേഹം ജീവിച്ചിരിക്കെ നീ കാട്ടിലേക്ക് പോരാൻ പാടില്ല, അച്ഛനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട്. അപ്പൊ രാമൻ അറിഞ്ഞിട്ടില്ല. ഈ സംഭാഷണത്തിന് മുഴുവൻ ശേഷമാണ് ദശരഥൻ മരണപ്പെട്ടു എന്ന് രാമൻ അറിയുന്നത്. അപ്പൊ അച്ഛൻ ജീവിച്ചിരിക്കെ നീ കാട്ടിലേക്ക് പോരാൻ പാടുള്ളതല്ലോ. ഇത്രയും ദൂരം യാത്ര ചെയ്ത് എല്ലാരോടും കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് നിന്നെ കണ്ടിട്ട് എന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം നിറയുന്നു. ഇത്രയും ദൂരം നീ വന്ന് കുറെ ദിവസത്തിന് ശേഷം കേകയത്തിലായിരുന്നു, അപ്പൊ കുറെ ദിവസമായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ എന്റെ മനസ്സിൽ വല്ലാതെ സന്തോഷം നിറയുന്നു. അങ്ങ് നാട്ടിൽ രാജാവ് ആപത്തൊന്നുമില്ലാതെ ഇരിക്കുന്നുവല്ലോ, അദ്ദേഹം ആകുലതയൊന്നുമില്ലാതെ ജീവിച്ചിരിക്കുന്നുവല്ലോ എന്ന് ആദ്യം അച്ഛനെ കുറിച്ചുള്ള ഒരു കുശലാന്വേഷണത്തോട് കൂടിയിട്ടാണ് രാമൻ ആരംഭിക്കുന്നത്. ഇതൊരു മര്യാദയുടെ ലക്ഷണമാണ്. നമ്മള് നചികേതസ് യമന്റെ അടുത്ത് പോയ സമയത്ത് ഉപനിഷത്തിൽ
നചികേതസ് 3 വരങ്ങൾ ചോദിക്കുന്നുണ്ട് യമനോട്. 3 ദിവസം അവിടെ കാത്തിരുന്നു. കാരണം അച്ഛൻ ഒരു തരത്തിൽ പറഞ്ഞാൽ അച്ഛനെ ഇറക്കി വിട്ടിട്ടാണ് അയാൾ പോയത്. എന്നെ ആർക്കാണ് കൊടുക്കുന്നത് എന്ന ചോദ്യം പോയി അച്ഛനോട് ചോദിച്ചപ്പോ ദേഷ്യപ്പെട്ടിട്ട് അച്ഛൻ പറഞ്ഞു, നിന്നെ യമന് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് പിന്തുടർന്ന് പോയതാണ് നചികേതസ് യമന്റെ അടുത്തേക്ക്. അപ്പൊ അവിടെ ചെന്നിട്ട് യമന്റെ അടുത്ത് 3 ദിവസം കാത്തിരുന്നു. അപ്പൊ യമൻ വന്നപ്പോ ഈ കുട്ടി കുറച്ചു ദിവസം എന്നെ കാത്തിരിക്കുന്നു. അപ്പൊ യമൻ നചികേതസിന് 3 ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന് പറയുന്നു, 3 വരങ്ങൾ ചോദിക്കൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആദ്യം നചികേതസ് ചോദിച്ച ചോദ്യം, എന്റെ അച്ഛന് ശാന്തസങ്കല്പ, എന്റെ അച്ഛന് ഞാൻ ഇട്ടിട്ട് പോകുന്നത് കൊണ്ട് ആകുലത ഉണ്ടാവരുത്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും മനസ്സിന് എന്റെ ഈ ഒരു യമലോകത്തേക്കുള്ള യാത്ര കൊണ്ടുണ്ടായ ആകുലത ഇല്ലാതാക്കി കൊടുക്കണം. അപ്പൊ അത്തരമൊരു മര്യാദ ആദ്യം ഭരതനെ കണ്ട വഴി തന്നെ രാമൻ ചോദിക്കുന്നത്. ഈ ഒരു ഇവർക്ക് പലതും പറയാനുണ്ടാകാം, ഇവർക്ക് പല കാര്യങ്ങളും ഇതിൽ സംസാരിക്കാനുണ്ടാകാം. പക്ഷേ ആദ്യം അച്ഛന്റെ കാര്യം ചോദിക്കുന്നു. അടുത്തതും രണ്ടാമത് ചോദിക്കുന്നതും, നമുക്ക് പരമ്പരാഗതമായി ലഭിച്ച രാജ്യം നിന്റെ വളരെ നന്നായി നീ സംരക്ഷിക്കുന്നുണ്ടല്ലോ, മഹാരാജാവ് സ്വസ്ഥനായിരിക്കുന്നല്ലോ. അടുത്ത ചോദ്യം, ബ്രഹ്മജ്ഞനും ധർമ്മനിഷ്ഠനും തേജസ്വിയും ഇക്ഷ്വാകുകൾ വംശത്തിന്റെ ആചാര്യനുമായ വസിഷ്ഠ മഹർഷിയെ നീ നന്നായി പൂജിച്ചാദരിക്കുന്നില്ലേ? അപ്പൊ അച്ഛൻ, ഗുരു, അടുത്തത് കൗസല്യയും കൈകേയിയും സുമിത്രയും, നമ്മുടെ അമ്മമാരെല്ലാവരും സ്വസ്ഥമായിരിക്കുന്നല്ലോ. ഇതൊരു ഭരണാധിപനായ രാമനിൽ നിന്നും നാം ഒരു വലിയ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിൽ കൂടി, കാട്ടിലാണ്, ആകുലതയുടെ ഇടയിലാണെങ്കിൽ കൂടി, ആദ്യം ഈ ഒരു മനസ്സിനെ ശാന്തമാക്കുന്ന തരത്തിൽ അച്ഛനെ കുറിച്ചും ഗുരുവിനെ കുറിച്ചും അമ്മയെ കുറിച്ചുമുള്ള ചോദ്യത്തോടു കൂടിയിട്ടാണ് ഇവരുടെ സംഭാഷണം ആരംഭിക്കുന്നത്. തുടർന്ന് വളരെ ഗൗരവത്തോടു കൂടിയിട്ട് പുരോഹിതന്മാരെ പറ്റി ചോദിക്കുന്നു. ഇങ്ങനെ സംഭാഷണം ആരംഭിച്ചിട്ട് രാമൻ ഭരതനോട് എന്തൊക്കെയാണ് രാജ്യത്ത് സംഭവിക്കേണ്ടത്, എന്തൊക്കെയാണ് രാജ്യത്ത് സംഭവിക്കുന്നത് എന്ന ആശയം സൂചിപ്പിക്കാനവൻ എന്നവണ്ണം ആദ്യമായി പറയുന്നത് കച്ചിത് ദേവാൻ പിതൃൻ ഭ്രാതൃൻ. ഞാൻ സംസ്കൃത പാഠം അതിന്റെ വായിക്കുന്നില്ല. ഭരതൻ പറയുന്നത് പൂജാർഹന്മാരായ, രാമൻ പറയുന്നത് പൂജാർഹന്മാരായ വ്യക്തികളെ, അതാരൊക്കെയാണ്? ദേവന്മാർ, പിതൃക്കൾ, ഭൃത്യജനങ്ങൾ, ഗുരുജനങ്ങൾ, പിതൃസ്ഥാനത്തുള്ളവർ, വൃദ്ധന്മാർ, വേദവിത്തുക്കൾ, ജ്ഞാനികളായിട്ടുള്ളവർ, ഇവരെയൊക്കെ നീ പൂജിക്കുന്നില്ലേ? അപ്പൊ ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമായി രാമൻ മനസ്സിലാക്കുന്നത് ഒരു രാജ്യത്ത് ആരെ അംഗീകരിക്കണം, ആരെയൊക്കെയാണ് ആദരവോടുകൂടി അംഗീകരിക്കേണ്ടത് എന്നത് ആദ്യമായി തന്നെ പറയുകയാണ്. അതായത് ആ രാജ്യത്ത് തുടരുന്ന ഒരു ആരാധനാ പാരമ്പര്യം ഉണ്ടാകും. ഒരു നാട്ടിലാണെങ്കിൽ അവിടുത്തെ ഒരു നാട്ടുദേവതയുണ്ടാകും, ആ നാട്ടിലെ ചില ഉപാസനാ സമ്പ്രദായങ്ങൾ ഉണ്ടാകും, ദേവസ്ഥാനത്ത് കൽപ്പിച്ചിട്ടുള്ള ചില കേന്ദ്രങ്ങൾ ഉണ്ടാകും. അതിനെ ആ രാജ്യത്തിന്റെ ഭരണാധിപൻ ഗൗരവത്തോടു കൂടി തന്നെ ആദരിക്കണം എന്ന് കരുതിക്കൊണ്ട്, അല്ലയോ കുഞ്ഞേ ഇത് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നതിൽ നിന്നും ഇത് നീ ചെയ്യേണ്ടതാണ്. അപ്പൊ ഒരു നേതൃസ്ഥാനത്തേക്ക് വരുന്ന ഒരാൾ, അവിടെ നിലനിന്നിരുന്ന ഒരു വംശപാരമ്പര്യമുണ്ട്, അവിടെ നിലനിന്നിരുന്ന ഒരു കുടുംബ പാരമ്പര്യമുണ്ട്, അവിടെ നിലനിന്നിരുന്ന ഒരു രാഷ്ട്ര പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യത്തെ തച്ചുടച്ചുകൊണ്ടല്ല അവിടെ തന്റെ അധികാരം സ്ഥാപിക്കേണ്ടത്. അവിടുത്തെ അർഹരായ, പൂജിക്കേണ്ടവരായ, അംഗീകരിക്കേണ്ടവരായവരിലേക്ക് കൃത്യമായി നീ എല്ലാം നൽകുന്നില്ലേ? നോക്കൂ, ആ വിഭജനത്തിന്റെ ഒരു കൗതുകം നോക്കൂ. ദേവന്മാർ, പിതൃക്കൾ, ഭൃത്യജനങ്ങൾ, ഗുരുജനങ്ങൾ,
ആ നാട്ടിലെ ഏറ്റവും അടിസ്ഥാന വർഗങ്ങളായ അവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഭൃത്യജനങ്ങൾ അവരെ സംരക്ഷിക്കുന്നില്ലേ? അവരെ പൂജിക്കുന്നില്ലേ? വൃദ്ധന്മാർ, ജ്ഞാനവൃദ്ധന്മാരാകാം, ആരോഗ്യം കൊണ്ട് ശരീരം കൊണ്ട് വാർദ്ധക്യം സംഭവിച്ചവരായോ, ഇവരെയൊക്കെ നീ സംരക്ഷിക്കുന്നില്ലേ? ഓരോരുത്തരുടെ പേരെടുത്തിട്ട് ധനുർവേദകുശലനായ അർത്ഥശാസ്ത്ര വിശാരദനായ സുധന്യമാവിനെ ആദരിക്കുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായ 2 ഇടങ്ങളാണ്, ഒന്ന് ധനുർവേദവും ഒന്ന് അർത്ഥശാസ്ത്രവും. ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ആ രാജ്യത്തിന്റെ രാഷ്ട്ര സുരക്ഷയുടെയും അടിസ്ഥാന ചിന്തകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ നീ ആദരിക്കുന്നില്ലേ? അപ്പോ ഒരു രാഷ്ട്രമെന്ന രാമന്റെ ഭാവനയിൽ ഏറ്റവും അടിസ്ഥാനപരമായി അദ്ദേഹം കണക്കാക്കുന്നത് അവിടുത്തെ ധനുർവേദ വിശാരദന്മാരെയും അവിടുത്തെ അർത്ഥശാസ്ത്ര വിശാരദന്മാരെയും നീ ഗൗരവമായി പരിഗണിക്കുന്നില്ലേ എന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകം അവിടുത്തെ പ്രതിരോധ വ്യവസ്ഥയാണ്, അവിടുത്തെ രാജ്യസുരക്ഷാ വ്യവസ്ഥയാണ്, അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. എനിക്ക് കൗതുകം തോന്നിയ 1-2 കാര്യങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അതിലൊന്ന് ഇങ്ങനെയാണ്: തനിക്കൊത്തവരും, ഇത് ലീലാവതിയുടെ പരിഭാഷയാണ്, തനിക്കൊത്തവരും ശൂരരും ശാസ്ത്രജ്ഞരും ജിതേന്ദ്രിയരും കുലീനരുമായ വ്യക്തികളെ നീ മന്ത്രിപദത്തിൽ നിയോഗിച്ചിട്ടില്ലേ? മന്ത്രി, അമാത്യം തുടങ്ങിയ ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ, അത് പ്രാചീന ഭാരതത്തിലായാലും ആധുനിക കാലത്തേക്ക് വന്നാലും രാജ്യത്തിന്റെ കീ പൊസിഷനിൽ ഇരിക്കുന്നു. രാജ്യ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും കൃത്യമായ അതിന്റെ മുന്നോട്ടുള്ള ഗതിയിൽ നിയന്ത്രിക്കുന്ന കൃത്യമായ ഇടങ്ങളിൽ ഇരിക്കുന്നവരെ രാമൻ കണക്കാക്കുന്നവര് തനിക്കൊത്തവരായിരിക്കണം. അതായത് രാജാവിനോളം തന്നെ രാജ്യകാര്യങ്ങളെ കുറിച്ച് ഗൗരവമായി അറിയുന്നവരായിരിക്കണം, ശൂരരായിരിക്കണം, ശാസ്ത്രപാരമ്പര്യമുള്ളവരായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇവിടെ സൂചിപ്പിക്കുന്നത് അവർ ജിതേന്ദ്രിയരായിരിക്കണം എന്നതാണ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രാജാവിനെ ഋഷിയുടെ ഉൾക്കരുത്തും രാജപ്രൗഢിയുമുള്ള രാജഋഷി എന്ന് വിശേഷിപ്പിച്ച ഭാരതത്തിന്റെ പാരമ്പര്യം. എന്തിനാണ് ഒരു ഭരണാധിപൻ ജിതേന്ദ്രിയനായിരിക്കുന്നത്? എന്തിനാണ് ഒരു ഭരണാധിപൻ സംയമിയായിരിക്കുന്നത്? എന്തിനാണ് രാജ്യത്തിന്റെ മുഖ്യമായ ഇടങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾ ഇന്ദ്രിയ സംയമനം നേടിയവനായിരിക്കണം എന്ന രാമന്റെ സങ്കല്പം ഏതു തലത്തിലാണ് പ്രസക്തമാവുന്നത്? കൃത്യമായ ജിതേന്ദ്രിയത്വം ശീലിച്ച ഒരാൾക്ക് ഈ അധികാരം എന്ന് പറയുന്നത്, പവർ കൈയാളുന്ന ഏത് സ്ഥാനത്തേക്ക് നമ്മൾ എത്തിയാലും അത് മനുഷ്യനെ ഭ്രമിപ്പിക്കുന്നതാണ്. അത് അധികാരമായാലും പണമായാലും സമ്പത്തായാലും ഒക്കെ പവറിന്റെ കേന്ദ്രത്തിലേക്ക് നമ്മൾ അടുക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ ഭ്രമിപ്പിക്കുക എന്ന് തന്നെയാണ്. അപ്പൊ ഭ്രമിപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള ഒരു ഇടത്ത് നിൽക്കുന്ന ആൾ ഏറ്റവും ആത്യന്തികമായി, അതാണ് രാജഋഷി എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്, അയാൾ ജിതേന്ദ്രിയനായിരിക്കണം. അയാൾ ഇന്ദ്രിയങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നവരാവരുത്. വികാര വിക്ഷോഭങ്ങൾക്ക് അടിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നവരാവരുത്. അയാൾ സംയമനം ശീലിച്ചവരായിരിക്കണം. രഘുവംശ രാജാക്കന്മാരുടെ ചരിത്രം കാളിദാസൻ പറയുമ്പോൾ രഘുവംശ രാജാക്കന്മാരെ ജിതേന്ദ്രിയന്മാർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, രഘുവംശ രാജാക്കന്മാർ മിതഭാഷികളായിരുന്നു. ഏറ്റവും ശക്തമായ ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരായിരുന്നു രഘുവംശ രാജാക്കന്മാർ. സത്യായ മിതഭാഷിണം. എന്തുകൊണ്ടാണ് അവർ മിതഭാഷികളായത്? അസത്യത്തിന് 100 തൊങ്ങലും പൊടിപ്പുകളും ഉണ്ട്. അസത്യം നമ്മിലേക്ക് കടന്നു വരുന്നത് ആഘോഷപൂർവമായിരിക്കും. അസത്യം ചാരുവായ വാക്കുകൾ കൊണ്ടാണ് നമ്മളിലേക്ക് പലപ്പോഴും കടന്നു വരുന്നത്. പക്ഷേ സത്യം എന്ന് പറയുന്നത് ശാന്തമായി സംയമനത്തോടു കൂടിയിട്ട് ദാർഢ്യത്തോടു കൂടിയായിരിക്കും നമ്മളിലേക്ക് കടന്നു വരുന്നത്. സത്യത്തിന് ഒരൊറ്റ വാക്ക് മതി. അസത്യമാണ് പേജുകൾ പറഞ്ഞ് പൊലിപ്പിക്കേണ്ടത്. അസത്യമാണ്. സത്യം ഒരൊറ്റ വാക്കിൽ നിലനിൽക്കും.
അതുകൊണ്ടാണ് സത്യായ മിതഭാഷിണാം, അവർ സത്യവക്താക്കളായിരുന്നത് കൊണ്ട് രഘുവംശ രാജാക്കന്മാർ മിതഭാഷികളായിരുന്നു. കൂടുതലൊന്നും പറയില്ല, പക്ഷെ പറഞ്ഞ ഒറ്റ വാക്ക് അത് സത്യത്തിന്റെ വാക്കുകളായിരിക്കും. അപ്പൊ ആ രഘുവംശ രാജാക്കന്മാരുടെ, കാളിദാസൻ രഘുവംശത്തിന്റെ ആദ്യം വർണ്ണിക്കുന്ന രഘുവംശ രാജാക്കന്മാരുടെ വലിയൊരു പാരമ്പര്യമുണ്ട്. ഈ അജനും ദിലീപനും ഒക്കെ അടങ്ങുന്ന രഘുവംശ രാജാക്കന്മാരുടെ പാരമ്പര്യത്തിലാണ് ദശരഥനും ശ്രീരാമനും ഒക്കെ വരുന്നത്. അപ്പൊ ആ ഒരു വംശപാരമ്പര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് നീ ജിതേന്ദ്രിയന്മാരായ മന്ത്രിമാരെ നിന്റെ സമന്മാരായി നിയോഗിച്ചിട്ടില്ലേ. മന്ത്രാലോചനയാണ് രാജാക്കന്മാരുടെ വിജയത്തിന് ഏറ്റവും വലിയ ആധാരമായിട്ടുള്ളത്. ഇത് ശ്രീരാമൻ പറയുന്ന, ഇപ്പൊ നമ്മൾ ഇന്നിവിടെ വായിച്ച സേതുബന്ധം എന്ന ഭാഗത്തിലൂടെ കടന്നുപോയില്ലേ? ഇന്ന് വായിച്ച ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും മനോഹരമായി ചേച്ചി അത് വായിച്ചു. സേതുബന്ധം എന്നുള്ള ഭാഗത്തൂടെ കടന്നു പോകുമ്പോ ശ്രീരാമൻ, എഴുത്തച്ഛന്റെ അധ്യന്തരമായണത്തിലാണ്, ശ്രീരാമൻ സാഗരത്തിന് മുന്നിൽ പോയി നിൽക്കുകയാണ്. അപ്പുറത്ത് സീതയുണ്ട് എന്ന അറിവുണ്ട്. ഈ സാഗരം കടന്ന് അപ്പുറത്തെത്തണം, എങ്ങനെ കടക്കും എന്നാണ് മുമ്പിൽ വന്നിട്ടുള്ള വലിയൊരു പ്രതിസന്ധി. അപ്പൊ രാമൻ ചെയ്തത് തന്റെ കപിവരന്മാരോടും സുഗ്രീവനോടും വിഭീഷണനോടും ലക്ഷ്മണനെയും ചേർത്ത് നിർത്തിക്കൊണ്ട്, അതായത് തന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രബലന്മാരായവരെ തന്നോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട്, രാമന് ലക്ഷ്മണനോട് സുഗ്രീവനോടുണ്ടായ സൗഹൃദം ഈ ഒരു തനിക്ക് സമൻ എന്ന സൗഹൃദം തന്നെയായിരുന്നു. രാമന് ഗുഹനോടുണ്ടായിരുന്ന സൗഹൃദം, ഒരു രാജ്യത്തിന്റെ അതിർത്തി രാജ്യമാണ്, അയോധ്യയുടെ അതിർത്തി രാജ്യമാണ് ശൃംഗവേരപുരം. അതിർത്തി രാജാവിനോട് ഒരു നാട്ടിലെ രാജാവ് പാലിക്കേണ്ട സൗഹൃദത്തിന്റെ കൃത്യമായ രീതിയാണ് നമുക്ക് രാമനും ഗുഹനും തമ്മിലുള്ള ബന്ധം. ചേർത്ത് പിടിച്ചിട്ട് നീ എനിക്ക് ലക്ഷ്മണനോളം, നീ എനിക്ക് ഭരതനോളം പ്രിയപ്പെട്ടവനാണ് എന്ന് പറയുന്ന രാമനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ രാമന് ഗുഹനോടുണ്ടായിരുന്ന സൗഹൃദമൊക്കെ ഈ ഒരു സമന്മാരോടുണ്ടാകുന്ന സൗഹൃദം തന്നെയായിരുന്നു. അപ്പോഴല്ലേ സൗഹൃദം ഉണ്ടാവുന്നു. അപ്പൊ ഈ സേതുബന്ധനത്തിന്റെ സമയത്ത് രാമൻ കൃത്യമായി കാര്യാലോചന നടത്തുന്നത്, എന്തുപായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിച്ചു കൽപ്പിക്കാൻ. നിങ്ങൾ എല്ലാവരും കൂടെ ചിന്തിച്ചിട്ട് പറയൂ, നമുക്ക് എങ്ങനെ ചെയ്യാം. അപ്പൊ ഈ തന്നോടൊപ്പം താൻ നിയമിച്ചിട്ടുള്ള ഈ ക്വാളിറ്റീസ് ഒക്കെയുള്ള രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, രാജ്യത്തിന്റെ കീ പൊസിഷനിൽ നിയോഗിച്ചിട്ടുള്ള, അത് രാജ്യമായാലും കുടുംബമായാലും ഓഫീസായാലും നമ്മൾ ഇടപെടുന്ന സ്ഥാപനമായാലും, ഈ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിയമിച്ചിട്ടുള്ളവരോട് കാര്യാലോചന നടത്താതെ, രാമൻ പലയിടത്തും പറയുന്നുണ്ട്, കാര്യാലോചന നടത്താതെ ഒരു കാര്യവും തീരുമാനിക്കരുത്. മന്ത്രാലോചനയാണ്, പരസ്പരമുള്ള ഡിസ്കഷനാണ്. നമ്മളിന്ന് ആധുനിക കാലത്തൊക്കെ ഈ പുതിയ മാനേജ്മെന്റ് സംവിധാനത്തിലൊക്കെ പറയുന്ന ഏറ്റവും വലിയ വിജയ സക്സസ് ഫോർമുല എന്ന് പറഞ്ഞ് ഈ സക്സസ് മന്ത്രമൊക്കെ പറഞ്ഞു തരുന്നേ ശിവഖേരയുടെ, ഞാൻ കഴിഞ്ഞ മാസം ഈ സക്സസ് മന്ത്രം നമുക്ക് ഉപദേശിച്ചു തന്ന പുതിയ കാലത്തിന്റെ ഒരു സക്സസ് ഗുരു ആയിട്ടുള്ള ശിവഖേരയുടെ ഒരു ഫുൾ ഡേ സെഷനിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം വളരെ കൗതുകത്തോടു കൂടിയിട്ടാണ് ഈ മോഡേൺ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ടീമിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ടീം വർക്കിനെ പറ്റിയാണ് അയാൾ സംസാരിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യം, ടീമിനുള്ളിലുള്ള സ്കില്ലുള്ളവര്, ടീമിനുള്ളിൽ പലതരത്തിലുള്ള സ്കില്ലുള്ളവരുണ്ടാകും, അവരെ തിരഞ്ഞു പിടിച്ച്, അവരെ കണ്ടുപിടിച്ച് അവർക്ക് കൃത്യമായ ജോലി ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ഗുണമാണ്. നോക്കൂ, സേതുബന്ധ സമയത്ത് നമ്മൾ കാണുന്നത് വരുണനോട് സമ്മതമൊക്കെ മേടിച്ചിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ തീരുമാനിച്ചു. അപ്പൊ രാമൻ അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് നീലനെയാണ്. നീലൻ വിശ്വകർമാവിന്റെ പുത്രനാണ്, അയാൾ നിർമ്മാണ പ്രവൃത്തിയിൽ ഏറ്റവും മിടുക്കനാണ്. അതുകൊണ്ട് ഈ ചുമതല നീലനെ ഏൽപ്പിക്കാം. ഹനുമാനെ ഏൽപ്പിച്ച ദൗത്യം നോക്കൂ, നീലനെ ഏൽപ്പിച്ച ദൗത്യം നോക്കൂ. അപ്പൊ ഏത് കാര്യവും ചെയ്യുന്നതിന് ഏറ്റവും കുശലരായിട്ടുള്ളവരെ, ഏത് മീറ്റിങ്ങുകളും ഒരു കൃത്യമായ ഒരു ടീം പ്ലാനിങ്ങിന് പുതിയ കാലത്ത് അവർ പറയുന്നത്, കൃത്യമായ ഒരു ടീം പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് അതിന്റെ ഏറ്റവും കീ പൊസിഷനിൽ ഇരിക്കുന്നവർ തമ്മിൽ പരസ്പരം ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുത്ത് ഗ്രൂപ്പിനെ അറിയിക്കുക.
രാമൻ ഇവിടെ പറയുന്നു, മന്ത്രോ വിജയമൂലം ഹി രാജ്ഞാം ഭവതി രാഘവ. ഇതൊരു ടീമിന്റെ ധ്യേയവാക്യമാക്കി നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. മന്ത്രാലോചനയാണ് രാജാവിന്റെ വിജയത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ആകുന്നത്. ഞാൻ ഒന്ന് രണ്ട് ഈ ഭാഗത്തൂടെ കടന്നു പോയപ്പോൾ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കൗതുകങ്ങൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ. രാമൻ ഭരതനോട് ചോദിക്കുന്നുണ്ട്, നീ നിദ്രയ്ക്ക് വശമ്മതനായി പോകാറില്ലല്ലോ, നീ അങ്ങനെ രാജ്യകാര്യങ്ങളിൽ ഇടപെടുന്ന ഇതിന്റെ ക്ഷീണം കൊണ്ട് നീ നിദ്രയ്ക്ക് അടിമപ്പെട്ടു പോവാറില്ലല്ലോ, യഥാകാലം ഉണർന്ന് നീ ജാഗ്രതയോടെ പ്രവർത്തിക്കാറില്ലേ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അന്നന്ന് നിർവഹിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് തീരുമാനിച്ചിട്ടല്ലേ നീ ഉറങ്ങാൻ പോകാറുള്ളൂ. നമ്മൾ കുട്ടികൾക്ക് പോലും ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. ഒരു റിട്രോസ്പെക്ഷൻ നടത്തേണ്ട ഒരു സമയത്തെ കുറിച്ച് നമ്മൾ അന്നത്തെ ദിവസം മുഴുവൻ ചെയ്ത പ്രവൃത്തികളും നാളെ ചെയ്യാനുള്ള പ്രവൃത്തികൾ ഒരു വീട്ടമ്മയ്ക്ക് പോലും കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്റെ കുടുംബം എന്ന സംവിധാനം കൊണ്ടുപോകാനുള്ള ഒരു വീട്ടമ്മയ്ക്ക് പോലും കൃത്യമായി ഈ പ്ലാനിങ് പ്രവർത്തിക്കുമെന്നിരിക്കെ ഒരു രാജാവിന്റെ കാര്യത്തിൽ അന്ന് രാത്രി പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് മുഴുവനും ആലോചിച്ചതിന് ശേഷമല്ലേ നീ ഉറങ്ങാറുള്ളൂ. അർത്ഥശാസ്ത്രത്തിൽ വളരെ ഗൗരവമായി ഒരു രാജാവിന്റെ ദിവസത്തെ എങ്ങനെ വിഭജിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ സമയത്തെ നമുക്കും അവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ആ സമയത്തെ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് ഇന്ന് പുതിയ കാലത്ത് അവതരിപ്പിക്കുന്ന ടെക് മന്ത്രങ്ങളിൽ അർത്ഥശാസ്ത്രത്തിലേക്ക് പോയാൽ, രാമായണത്തിലേക്ക് പോയാൽ നമുക്ക് അതിന്റെ കൃത്യമായ ആദിമ പാഠങ്ങൾ ലഭിക്കും. എങ്ങനെയാണ് ഒരു രാജാവിന്റെ സമയത്തെ വിഭജിക്കേണ്ടത്, ഓരോരുത്തർക്കും കൃത്യമായത് കൊടുത്തുകൊണ്ട് രാജാവിന്റെ സമയത്തെ വിഭജിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ സമയ വിഭജനത്തെ കുറിച്ച് രാമൻ നമ്മുടെ പരീക്ഷ എഴുതുന്ന കുട്ടികളോട് കൂടെ പറയാറുണ്ട്. ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് നയിക്കുന്നത്. പുതിയ കാലത്തെ കുട്ടികൾ കുറച്ചുകൂടെ ജാഗ്രതയോട് കൂടിയിട്ടാണ് ടൈം മാനേജ്മെന്റിനെ കാണുന്നത്. സമയത്തെ അർഹമായതനുസരിച്ച് അതിന്റെ വിഭജനം കൃത്യമായി പോയാൽ നിങ്ങൾക്ക് വിജയത്തിലാണ്. അപ്പൊ ഒരു സക്സസ് മന്ത്ര എന്ന് പറയുന്നത് രാമനെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, ടീമുമായി കൂടിയാലോചിക്കുക, രണ്ട്, നിന്റെ സമയം കൃത്യമായി അർഹരായവർക്ക് കൃത്യമായി വിഭജിച്ചു നൽകുക എന്നതാണ്. മറ്റൊരു കൗതുകകരമായ കാര്യം, നീ ഒറ്റയ്ക്ക് മന്ത്രാലോചന നടത്താറില്ലല്ലോ, അതുപോലെ വളരെയേറെ പേരോട് കൂടിയും മന്ത്രാലോചന നടത്താറില്ലല്ലോ. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാറില്ലല്ലോ, കുറെ പേരോട് കൂടി ചേർന്നിട്ടും തീരുമാനങ്ങൾ എടുക്കാറില്ലല്ലോ. ഇതൊരു സമൂഹത്തിന്റെ, ഒരു രാഷ്ട്രത്തിന്റെ, ഒരു സംവിധാനത്തിന്റെ ഒക്കെ കീ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത് എന്നുള്ളത് നമുക്കൊക്കെ പലപ്പോഴും അനുഭവമുള്ളതാണ്. പക്ഷേ പലരോട് കൂടി ചേർന്ന് തീരുമാനമെടുത്താൽ സംഭവിക്കാൻ പോകുന്നത് ആ കാര്യം അതിന്റെ കൃത്യമായ ഫലപ്രാപ്തിയിൽ എത്തുകയില്ല എന്ന് തന്നെയാണ്. അതിന് 2 ഉദാഹരണങ്ങൾ രാമൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഭരതനോട്. വലിയ നേട്ടമുള്ളതും ചെറിയ തുടക്കമുള്ളതുമായ സംരംഭങ്ങൾ നീട്ടിക്കൊണ്ടുപോകാതെ നടത്താറുണ്ടല്ലോ. ഇത് ഒരു ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും അടിത്തറയാണ്. അതായത് വലിയ നേട്ടമുണ്ടാക്കുന്ന ചെറിയ തുടക്കം, ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ചെറിയ തുടക്കത്തോട് കൂടിയ സംവിധാനങ്ങൾ, പക്ഷെ അത് വലിയ നേട്ടമുണ്ടാക്കി തരും എന്നുള്ളത് നീ കൃത്യമായി നിർവഹിക്കാറില്ലേ. ഒരു കൗതുകകരമായ കാര്യം ഇവിടെ നമുക്ക് നിരീക്ഷിക്കാവുന്നത്, രാമൻ ഭരതനോട് ചോദിക്കുകയാണ്, ചെയ്തു തീർത്തതിനു ശേഷമോ ചെയ്തു കഴിഞ്ഞതുപോലെയുള്ള അവസ്ഥയിലോ അല്ലാതെ ഭവാൻ കാര്യങ്ങൾ സാമന്ത രാജാക്കന്മാരോട് ചർച്ച ചെയ്യാറില്ലല്ലോ. അതായത് തൻ്റെ ഒരു പദ്ധതിയുടെ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്,
രാജ്യം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയുടെ ആവിഷ്കാരം എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ചെയ്തു തീർത്തതിനു ശേഷമേ അത് സംഭവിക്കാവൂ, അതല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞതുപോലെയുള്ള അവസ്ഥ, അതായത് അബൌട്ട് ടു ഫിനിഷ്, ഇപ്പൊ തീരും എന്ന അവസ്ഥയിൽ മാത്രമേ ഒരു രാജാവ് അതിന്റെ പ്രഖ്യാപനം അടുത്ത അയൽരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനത്തോട്, സാമന്ത രാജാക്കന്മാരോട്, ഇവിടെ ഒരു പദ്ധതിക്ക് കല്ലെടുന്നതിന് മുന്നേ തന്നെ ഈ പദ്ധതിയെ കുറിച്ച് വലിയമായി ലോകത്തോട് മുഴുവൻ സംസാരിക്കുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് ഇത്തരം ഒരു സംവിധാനത്തിന്റെ സാധ്യതയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനമായ കാര്യങ്ങൾ അത് പൂർത്തിയായതിനു ശേഷം മാത്രമേ സമൂഹത്തോട് വിളിച്ചു പറയാൻ പാടുള്ളൂ എന്ന രാമന്റെ വിജയമന്ത്രം അത് ഒരു രാഷ്ട്രത്തിന് പ്രയോജനകരമാകുന്ന രീതിയിൽ പരിണമിക്കുമോ എന്ന് നമുക്ക് തീർച്ചയായും ആലോചിക്കാവുന്നതാണ്. നീയോ നിന്റെ സജീവന്മാരോ ആലോചിച്ചു വെച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് യുക്തി കൊണ്ടോ അഭ്യൂഹങ്ങൾ കൊണ്ടോ പരസ്യമാവാറില്ലല്ലോ. അതായത് നിങ്ങളുടെ തീരുമാനം നിങ്ങളുടേതായ തീരുമാനമായിരിക്കണം. നിങ്ങളുടെ തീരുമാനം സമൂഹത്തിന് പല രീതിയിൽ ലീക്കാവുന്ന രീതിയിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മറ്റൊന്ന്, ഭരണ സംവിധാനത്തിനിടയിലേക്ക് ബാഹ്യമായ ശക്തികളെ കടന്നു കയറാൻ അനുവദിക്കാറില്ലല്ലോ. അത് അയോധ്യയിൽ സംഭവിച്ച കൃത്യമായ ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ തന്നെ ഉണ്ട് രാമന്റെ ഈ തീരുമാനത്തിൽ. നമുക്കറിയാം മന്ധരയുടെ ഈ ഗൗരവമായ രാമായണത്തിലെ മന്ധരയുടെ ഇടപെടൽ അധികാരത്തിന്റെ അന്തഃപുരങ്ങളിൽ എപ്പോഴും സംഭവിക്കാനിടയുള്ള ബാഹ്യശക്തികളുടെ ഇടപെടൽ തന്നെയാണ്. ഇവിടെ അടുത്ത ഘട്ടത്തിൽ പലപ്പോഴും സ്ത്രീകളോട് മന്ത്രാലോചന നടത്തേണ്ടതിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ സ്ത്രീ എന്ന് പറയുന്നതിന് സ്ത്രീ ശരീരം എന്ന് ഒരിക്കലും അർത്ഥമില്ല. അവിടെ സ്ത്രീ എന്ന് പറയുന്നത് വികാരത്തിന് വശംവദരായി തീരുമാനമെടുക്കുന്ന പ്രകൃതിയുള്ളവർ ആരെങ്കിലും നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ, വൈകാരികമായി തീരുമാനമെടുക്കുന്ന സ്വഭാവമുള്ളവർ ആരെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അവരോട് രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ പങ്കുവെക്കരുത്. അപ്പോ മന്ധരയുടെ ഇടപെടൽ ഭരണകൂട ബാഹ്യശക്തികൾ അന്തഃപുരത്തിൽ ചെലുത്തിയ വലിയ സ്വാധീനത്തിന് നമുക്ക് ദൃഷ്ടാന്തമായി കണക്കാക്കാൻ സാധിക്കും. ഇങ്ങനെ രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെ ഓരോരുത്തരെയും കൃത്യമായി രേഖപ്പെടുത്തി അവരൊക്കെ എങ്ങനെയാണ് ഒരു രാജ്യ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കേണ്ടത് ചെയ്തു തീർത്തതിന് ശേഷം മാത്രമേ ആ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ലോകം അറിയാവൂ. ആ രാജ്യം അടുത്ത വർഷങ്ങളിൽ വിഭാവനം ചെയ്യുന്ന ആശയങ്ങൾ ചെയ്തു പൂർത്തിയാകുന്ന ഘട്ടത്തിൽ മാത്രമേ സമൂഹത്തിൽ മറ്റുള്ളവരെ അറിയിക്കാവൂ എന്ന രാമന്റെ തന്ത്രമാണ് നാം ഇവിടെ രാമന്റെ രാജ്യപരിപാലനത്തിന്റെ ഭാഗമായി തിരിച്ചറിയേണ്ടത്. ഇനി മന്ത്രിമാരെ കുറിച്ച്, മന്ത്രിമാർ ഒരു രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. മന്ത്രിമാരെ കുറിച്ച് രാമനുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, രാജ്യത്തിന്റെ കീ പൊസിഷൻസ് കൈകാര്യം ചെയ്യുന്നവരെ കൃത്യമായി ജിതേന്ദ്രിയൻ എന്നൊക്കെ സൂചിപ്പിച്ചത്. നിന്റെ കൂടെ നിൽക്കുന്നവരിൽ മുഖ്യന്മാർ, മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്ന മുഖ്യന്മാർ, മധ്യമന്മാർ, സാമാന്യമായ കാര്യങ്ങൾ നിനക്ക് ചെയ്യുന്ന സാമാന്യന്മാരായവരെയും നിന്റെ കൂട്ടത്തിൽ നിയോഗിച്ചിട്ടില്ലേ? ഇതൊരു ലീഡറുടെ വലിയൊരു വിജയമന്ത്രമാണ്. ഒരു ഗ്രൂപ്പിൽ എല്ലാവരും സ്ട്രാറ്റജിസ്റ്റുകളായാൽ, ഒരു ഗ്രൂപ്പിൽ എല്ലാവരും ബുദ്ധി മാത്രം പ്രയോഗിക്കാൻ കഴിയുന്നവരായാൽ ആ സംഘം ഒരിക്കലും മുന്നോട്ട് പോകില്ല. അപ്പൊ രാമൻ പറയുന്നത്, നിന്റെ കൂട്ടത്തിൽ, നിന്റെ സംഘത്തിൽ, നിന്റെ ടീമിൽ കാര്യകുശലതയുള്ള കർമ്മശേഷിയുള്ളവരുണ്ടാകണം. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ബുദ്ധി കേന്ദ്രങ്ങൾ ഉണ്ടാകണം. അത് പ്രാവർത്തികമാക്കാൻ കഴിവുള്ള കർമ്മശേഷിയുള്ളവരുണ്ടാകണം. അപ്പോ പ്രവർത്തിക്കുന്നവരുണ്ടാകണം, പ്രവർത്തിക്കാൻ നേതൃത്വം കൊടുക്കുന്നവരുണ്ടാകണം, പ്രവൃത്തിക്ക് ആവശ്യമായ ബുദ്ധിയെ അവർക്ക് ഒരുപക്ഷെ ചിലപ്പോൾ പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ സാധിച്ചോളണമെന്നില്ല, അവർ ആശയങ്ങൾ കൊടുക്കുന്നവരായിരിക്കും.
അപ്പൊ സമൂഹത്തിൽ ആശയങ്ങൾ കൊടുക്കുന്നവർ, സമൂഹത്തിൽ അത് രാജസ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിവുള്ളവർ, സമൂഹത്തിൽ കർമ്മശേഷിയുള്ളവർ, ഈ 3 വിഭാഗങ്ങളുടെയും സംലയമാണ് വാസ്തവത്തിൽ ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ഭാരതത്തിന്റെ കൃത്യമായ ബുദ്ധി കേന്ദ്രങ്ങൾ, സാത്വിക സ്വഭാവത്തോടു കൂടിയ ബുദ്ധി കേന്ദ്രങ്ങൾ, രാജസ സ്വഭാവത്തോടു കൂടിയ കർമ്മത്തിന് നേതൃത്വം നൽകുന്നവർ, താമസ സ്വഭാവത്തോടു കൂടിയ നിരന്തരമായി ഒരു ഉത്തേജിതരായെന്നതുപോലെ കർമ്മം ചെയ്യാൻ കഴിവുള്ളവർ എന്ന സത്വ രജ തമോ ഗുണങ്ങളുടെ മിശ്രണമായ ഒരു വർണ്ണസങ്കല്പം ഭാരതത്തിൽ നിലനിന്നത് എല്ലാവരുടെയും കഴിവിനെ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് കൃത്യമായി വിനിയോഗിക്കപ്പെടണം എന്ന കൃത്യമായ തീരുമാനത്തിൽ തന്നെയാണ് അവന്റെ ഗുണമനുസരിച്ച് അവന്റെ പ്രവൃത്തികളെ തീരുമാനിക്കപ്പെട്ടിരുന്നത്. ഒരാളുടെയും കർമ്മശേഷി രാജ്യത്തിന് അനുകൂലമാവാതെ പോകരുത്. ഈ രാജ്യത്തിന്റെ ഓരോ, ആധുനിക കാലത്ത് പറഞ്ഞാൽ ഓരോ പൗരന്റെയും കർമ്മശേഷി രാജ്യമെന്ന വലിയ സംവിധാനത്തിന് മുതൽക്കൂട്ടാവേണ്ട കർമ്മശേഷിയാണ് ഈ രാജ്യത്ത് ഓരോ പൗരന്മാരിൽ നിന്നും ഉണ്ടാകേണ്ടത്. ഈ കർമ്മശേഷിയെ വിനിയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭരണാധിപന്റെ പരാജയമാണ്. വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരാൾക്ക് അയാളുടെ സ്വധർമ്മം ചെയ്തുകൊണ്ട് ഒരു നാട്ടിൽ ജീവിക്കാനാകുന്നില്ല എന്ന് വന്നാൽ, ഒരാൾക്ക് അയാളുടെ സ്വധർമാനുഷ്ഠാനം നടക്കുന്നില്ല എന്ന് വന്നാൽ അതൊരു രാജ്യഭരണ സംവിധാനത്തിന്റെ പോരായ്മ തന്നെയാണ്. ഈ സംവിധാനത്തിൽ പൗരനും പ്രജ എന്ന് പറയുന്ന അവിടുത്തെ ഓരോ വ്യക്തിക്കും വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം അവന്റെ സ്വധർമ്മം തീരുമാനിക്കേണ്ടത് അവനാണ്. എന്റെ സ്വധർമ്മം എന്താണെന്ന് തീരുമാനിക്കേണ്ടത് സംവിധാനമല്ല, രാജാവല്ല എന്റെ സ്വധർമ്മം തീരുമാനിക്കേണ്ടത്. എനിക്ക് എന്തിലാണോ കർമ്മകുശലതയുള്ളത്, എനിക്ക് എന്തിലാണോ സ്കില്ലുള്ളത്, എനിക്ക് എന്തിലാണോ പ്രവൃത്തി നൈപുണ്യമുള്ളത്, എന്റെ നൈപുണികളൊന്നും പാഴായി പോകരുത് എന്ന കൃത്യമായ രാഷ്ട്ര ജീവിത ദർശനമാണ് സമൂഹത്തിൽ ശ്രേണീകൃതമല്ലാത്ത ഈ രീതിയിലാണ് വിഭജിക്കപ്പെട്ടിരുന്നത്. ഒന്നിനു മുകളിൽ ഒന്ന് എന്ന, ഒന്നിനു മുകളിൽ മറ്റൊന്ന് എന്ന രീതിയിലല്ല ഇവിടെ സമൂഹത്തിൽ കർമ്മത്തെ വിഭജിക്കപ്പെട്ടത്. ഒന്നിന് പൂരകമാകുന്ന രീതിയിൽ നമ്മുടെ വർണ്ണവ്യവസ്ഥയെ ഒന്നിനു മുകളിൽ ഒന്ന് മറ്റൊന്ന് അങ്ങനെയല്ല വിഭജിക്കേണ്ടത്. മറിച്ച് വർണ്ണവ്യവസ്ഥയെ ഈ രീതിയിൽ അതിന് ഒന്നിന് പരസ്പര പൂരകമായി മറ്റൊന്ന് എന്ന രീതിയിൽ വിഭജിച്ചുകൊണ്ട് എല്ലാവർക്കും അവന്റെ സ്വധർമ്മം, അതാണ് ഒരു സംതൃപ്തമായ രാഷ്ട്രം. രാഷ്ട്രത്തിന്റെ സംതൃപ്തി പ്രജകളുടെ സംതൃപ്തിയാണ്. എല്ലാവരും അവനവന്റെ സ്വധർമ്മം ചെയ്ത് ആനന്ദത്തോടെ ജീവിക്കുന്നു. എനിക്ക് ചെയ്യാനുള്ള കർമ്മം ചെയ്ത് ഞാൻ സ്വസ്ഥമായി ജീവിക്കുന്നു, ഞാൻ രാഷ്ട്രത്തിന് ചെയ്യാനുള്ള കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. അപ്പോ ഒരു രാഷ്ട്രം വളർന്നു വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ഭരത സംവാദത്തിലുള്ള അടിസ്ഥാനപരമായ വസ്തുത, രാമൻ രാജ്യത്തിലെ ഓരോ വിഭാഗങ്ങളെയും പ്രത്യേകമായി ചൂണ്ടിക്കാട്ടി ഇവരുടെ ഒക്കെ ക്ഷേമം നീ ഉറപ്പാക്കുന്നില്ലേ എന്ന് ഭരതനോട് ചോദിക്കുന്നതിൽ നിന്നും സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും ഒരു ഭരണാധിപന്റെ കണ്ണെത്തുമ്പോൾ മാത്രമേ, ഇത് യുധിഷ്ഠിരനും ഇത് ഭരണാധിപന്മാരോടുള്ള സംവാദത്തിൽ പലപ്പോഴും ഭാരതത്തിന്റെ ഇതിഹാസ പുരാണങ്ങളിൽ ഈ സമ്പ്രദായം ഉപയോഗിക്കാറുണ്ട്. മൈത്രേയനും നാരദനും യുധിഷ്ഠിരനും തമ്മിലുള്ള സംവാദത്തിൽ ഭാരതത്തിലും വളരെ ശക്തമായി ഭാഗവതത്തിലും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. യുധിഷ്ഠിരനോട് നാരദൻ പറയുന്നത് അന്നാദ്യാദേ സംവിഭാഗഃ ഭൂതേഭ്യശ്ച യഥാർഹതാ തേഷു ആത്മദേവതാ ബുദ്ധി. അല്ലയോ യുധിഷ്ഠിര, നീ നിന്റെ നാട്ടിലെ അന്നം തുടങ്ങിയ സമൂഹത്തിന് ഉപയോഗിക്കേണ്ട എല്ലാ വെൽത്തുകളും, സമൂഹത്തിന് കൊടുക്കേണ്ട എല്ലാ വസ്തുക്കളും അന്നാദ്യാദേ സംവിഭാഗഃ ഭൂതേഭ്യശ്ച യഥാർഹതാ. ആ നാട്ടിലെ ഉറുമ്പിന് കൊടുക്കാനുള്ളത് ഉറുമ്പിന് കിട്ടിയിരിക്കണം.
രാമനോടൊരു നായ്ക്കുട്ടി പരാതി പറഞ്ഞ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാഭാരതം ആരംഭിക്കുന്നത് തന്നെ സരമയുടെ പരാതിയോട് കൂടിയിട്ടാണ്. രാമായണത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ഭരതൻ രാജ്യത്തിന്റെ ഓരോ ഘടകങ്ങളെയും സുരക്ഷിതമാക്കണമെന്ന് പറഞ്ഞപ്പോ ഒരിടത്ത് രാമൻ പറയുന്നത്, രാജ്യത്തെ വൃക്ഷങ്ങളുടെ സുരക്ഷ നീ ഉറപ്പാക്കണം. കാരണം ജീവ